മഹാകവിത്രയ കാലം മുതൽ നമ്മുടെ സംസ്കാരവും സാഹിത്യവും പരിഗണിച്ചിരുന്ന ശ്രേഷ്ഠ കവിനിരയിലെ സുവർണനാമമാണ് മഹാകവി അക്കിത്തം. മനുഷ്യനന്മയ്ക്കും നല്ലതിനും വേണ്ടി കവിത എഴുതിയ അക്കിത്തം എക്കാലത്തെയും മലയാളത്തിന്റെ പുരോഗമന കവികളിൽ പ്രമുഖനാണെന്നും എഴുത്തുകാരനും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമായ ഡോക്ടർ എസ് കെ വസന്തൻ അഭിപ്രായപ്പെട്ടു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച അക്കിത്തം സ്മൃതി പ്രഭാഷണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞിട്ടാണ് ആ നീണ്ട കവിതയെപ്പറ്റി പൊതുവെ അക്കിത്തത്തിന്റെ അതുവരെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള മറ്റു ചില കവിതകൾ. എഴുത്തുകാരൻ കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കവി രാവുണ്ണി, എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായ ഷാജു പുതൂർ, ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, ഉഷ കെ വാര്യർ എന്നിവർ സംസാരിച്ചു. എന്നൊക്കെ എല്ലാവർക്കും അറിയാം. വേറെ തരത്തിൽപ്പെട്ട ഒരു കവിയാണ്. എന്നാലും ഞങ്ങളുടെ തലമുറ ഉൾപ്പെടെ തീർക്കണം. നമ്മുടെ ഭാഷയുടെ, സാഹിത്യത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള കണ്ടെത്തലുകളും സ്വത്തുക്കളുമാണ് അവരൊക്കെ. അതിനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് എഴുത്തുകാരെന്നവരെയും നമ്മളും ഒരു പരിധി വരെ അതിനോടൊപ്പം എത്തുന്നുള്ളത്. എഴുത്തുകാരായ എം ഡി രത്നമ്മ, കെ രഘുനാഥൻ, മോഹൻദാസ് പാറപ്പുറത്ത്, പി വിനോദ്, അപർണ ബാലകൃഷ്ണൻ, നഫീസത്ത് ബീവി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ശതസൂര്യമണ്ഡലം തീർക്കേ കവിയുന്ന കാരുണ്യമത്രേ കവിയെന്ന വാക്കിന്റെ അർത്ഥം. കേരള പ്രണാമം ന്യൂസ്, തൃശൂർ.